ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തന്നെ തുടരുന്നു. ഇന്നലെ പുലർച്ചെയും രാത്രിയും ഒക്കെ ഇറാനിലെ ഫോർദോ ആണവ കേന്ദ്രത്തിലും ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിലും ഒക്കെ ഇസ്രായേൽ ആക്രമണം നടത്തി. ഇതിന് പിന്നാലെ ഇസ്രായേലിലേക്ക് മിസൈൽ വർഷം നടത്തി ഇറാൻ തിരിച്ചടിക്കുകയും ഒക്കെ ചെയ്തു. ടെൽ-അവീവിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 3 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നമുക്ക് ഈ വിശദമായ വിവരത്തിലേക്ക് പോകാം. ഇപ്പോൾ നിലവിൽ നടക്കുന്ന അവിടുത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ചറിയാം. നമുക്കൊപ്പം അഗസ്റ്റ് സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. സെബാനെ, ഈ യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. അവിടെ ആക്രമണത്തിന് പ്രത്യാക്രമണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിൽ നാശം വിതയ്ക്കുന്നുണ്ട്. അതും അയൺ ഡോമുകളെ പോലും തകർത്തുകൊണ്ട് അവിടെ മിസൈലുകൾ ജനവാസ മേഖലകളിലേക്ക് പതിക്കുന്നു എന്നറിയുന്നു. ടെൽ-അവീവിലും ജെറുസലേമിലും ഒക്കെ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്. നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇതൊരു പൂർണ്ണ യുദ്ധത്തിലേക്കാണോ? സേതു, തീർച്ചയായും യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ സംഘർഷത്തിൻ്റെ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധേയമായൊരു കാര്യം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നൊരു വാർത്തയെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അതിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൽ നിന്ന് നാട് വിട്ടുപോയി എന്നൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. അതേസമയം ഇത് സംബന്ധിച്ച് ഒരു വാർത്തയെ ബാക്കപ്പ് ചെയ്യുന്ന പ്രൂഫോ എവിഡൻസോ ഒന്നും ഒരു ലിങ്കോ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വലിയ വ്യാപകമായ രീതിയിൽ ഇത് പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ഹെറ്റ്സോഗ് അടക്കമുള്ള ആളുകൾ ഉപയോഗിക്കുന്ന വിങ്സ് ഓഫ് സയൺ എന്ന് പറയുന്ന വിമാനം, ആ വിമാനം അവിടെ നിന്ന് ഇസ്രായേലിൽ നിന്ന് പറന്ന് ഏതൻസിലേക്ക് പോയി, ഗ്രീസിലെ ഏതൻസിലേക്ക് പോയി എന്നതുകൊണ്ട് ആ വിമാനത്തിൽ അയാൾ ഏതൻസിലേക്ക് പോയി എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. അതേസമയം ഈ വിമാനത്തിൽ ഏതൻസിലെ ഇസ്രായേൽ അംബാസഡറാണ് ഉണ്ടായിരുന്നത് എന്ന വിവരമാണ് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. അതായത് ഗ്രോക്ക് അടക്കമുള്ള ChatGPT അടക്കമുള്ള എല്ലാ തരത്തിലുള്ള AI സംവിധാനങ്ങളും തന്നെയും ബെഞ്ചമിൻ നെതന്യാഹു നാടുവിട്ടു പോയി എന്നൊരു വാർത്ത സ്ഥിരീകരിക്കുന്നില്ല. ഏതായാലും നമുക്ക് ഇസ്രായേലിലെയും ഇറാൻ്റെയും സാഹചര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ നമുക്കറിയാം, ഇന്നലെ വളരെ നീണ്ട ഒരു ദിവസം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ലോക ചരിത്രത്തിലെ രാവിലെ പുലർച്ചെ 3 മണിക്ക് ഇസ്രായേൽ ഇറാൻ്റെ വിവിധ കേന്ദ്രങ്ങൾ, വിവിധ ആണവ കേന്ദ്രങ്ങൾ, സൈനിക ഉദ്യോഗസ്ഥരുടെ വസതികൾ, ആണവ ശാസ്ത്രജ്ഞരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങളൊക്കെ നടത്തുന്നു. അതിൽ അവർ വലിയ നാശനഷ്ടം ഇറാന് വരുത്തുന്നു. ഇറാൻ്റെ നെതാൻസ് പോലെയുള്ള വലിയ ആണവ ആയുധ പരീക്ഷണ ശാലകളൊക്കെ തന്നെ തകർക്കുന്നു. അങ്ങനെ ആ ആക്രമണത്തിന് ശേഷം അവരുടെ സൈനിക മേധാവി ഏതാണ്ട് പൂർണ്ണമായി അത് ഇല്ലാതാക്കി കഴിഞ്ഞു. നമുക്കറിയാം, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഇറാൻ്റെ സൈന്യം, അതായത് ഇറാൻ ആർമിയുടെ മേധാവി, ഒപ്പം തന്നെ ഇറാൻ്റെ ആർമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദളമായ IRGC, റവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്നത്, അവരാണ് അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ തന്നെയും കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ മേധാവി, അതിൻ്റെ ഉപമേധാവികൾ ഒക്കെ തന്നെയും ഒറ്റ ആക്രമണത്തിൽ ഇല്ലാതാകുന്ന കാഴ്ച കണ്ടു. അപ്പോൾ ഒപ്പം തന്നെ 6 ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെടുന്നു. അതിൽ 5 ആണവ ശാസ്ത്രജ്ഞരുടെ പേരുകൾ മാത്രമാണ്, ആ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. 6ാമത്തെ ആളുടെ പേര് ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നു. തൊട്ട് പിന്നാലെ ഇരുവരും തമ്മിൽ വലിയ വാക്കേറ്റവും വാക്കുകൾ കൊണ്ടുള്ള യുദ്ധം ഉണ്ടാവുന്നു. പിന്നാലെ ഇറാൻ 100-ലധികം മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുക്കുകയും ചെയ്യുന്നു. 2 വേവായിട്ടാണ് ഇറാൻ ഈ ആക്രമണം നടത്തുന്നത്. ആദ്യത്തെ ഈ മിസൈൽ വർഷം എന്ന് പറയുന്നത് 100-ലധികം മിസൈലുകളാണ് അയച്ചത്. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം വലിയ അങ്ങേയറ്റം കരുത്തുറ്റതും സൂക്ഷ്മതയുള്ളതുമാണ്. ഇവർക്ക് അതേസമയം ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് 100 കണക്കിന് മിസൈലുകൾ വരുന്ന സമയത്ത് അതിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് കൃത്യമായി എല്ലാത്തിനെയും ഇൻ്റർസെക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആകാശത്ത് വെച്ച് ഇല്ലാതാക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അങ്ങനെയാണ് 7ഓളം മിസൈലുകൾ അവിടെ പതിക്കുകയും ഇപ്പോൾ 2 പേർ കൊല്ലപ്പെട്ടു, 3ാമത്തെ ആൾ മരിച്ചു എന്നത് റിപ്പോർട്ടാണ്. തന്നെയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. കാരണം ലോകത്തെ തന്നെ ഏറ്റവും വിശ്വസനീയം എന്ന് പറയപ്പെടുന്ന ഒന്നാണ് ഇസ്രായേലിന്റെ അയൺ ഡോം എന്ന ആയുധം. അതിനെപ്പോലും തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെപ്പോലും കടത്തിക്കൊണ്ടുള്ള മിസൈൽ വർഷം അവിടെ നടത്തുന്നു ഇറാൻ എന്നുള്ളതാണ് ഈ ചർച്ചയാകുന്ന വലിയൊരു വിഷയം. ഒപ്പം തന്നെ ഇതിൽ നിന്ന് നമുക്ക് അറിയേണ്ടത് ഇന്ത്യൻസിന്റെ കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട്. കാരണം ഇപ്പോൾ തന്നെ പലരുമൊക്കെ ബംഗറിലാണ്, പലരോടും പരമാവധി സുരക്ഷിതരാകാനുള്ള നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഇവാക്യുവേഷൻ നടപടികളിലേക്കൊക്കെ രാജ്യം കടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ്
നമുക്കിനി അറിയേണ്ടത്. കാരണം ഒരു 10-25,000-ലധികം പേർ ഇസ്രായേലിലും 5,000-ഓളം പേർ ഇറാനിലും ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇനി അവരുടെ കാര്യത്തിൽ എന്താണ് ഈ രാജ്യം തീരുമാനിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ ഈ ആക്രമണം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ രാജ്യത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക പ്രതികരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്.